നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത്, നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചാൽ നേടിയെടുക്കുവാൻ കഴിയാത്ത യാതൊരു കാര്യങ്ങളുമില്ലാത്ത, എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്ന അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള കുറേയധികം നക്ഷത്ര ജാതകങ്ങളുണ്ട്. ഈ നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഉറപ്പായും മാർച്ച് മാസം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നല്ല സമയമാണ് തെളിയുന്നത്. ഈ നക്ഷത്ര ജാതകരുടെ എല്ലാ ദുഃഖങ്ങളും മാറി ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളും കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാൽ അതിസമ്പന്നമായ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ ഇവർക്ക് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന വളരെ നല്ലൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നക്ഷത്ര ജാതകർ ആരൊക്കെയതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തു തന്നെയായാലും ആ നക്ഷത്ര ജാതകർ ആരൊക്കെയതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും അതുപോലെ തന്നെ ബിസിനസ് സംരംഭമായിട്ടുള്ള പരാജയങ്ങളും ശത്രുദോഷങ്ങളും ഇവയിൽ നിന്നുമെല്ലാം തന്നെ നിങ്ങൾക്ക് രക്ഷ നേടുന്നതിന് ഈ ഒരു പൂജ ഉപകാരപ്രദമായിരിക്കുന്നതാണ്. നമ്മൾ നടത്തുന്നൊരു പ്രത്യേക പൂജയാണ്. ഈ പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങൾ ഈ പൂജയിൽ ഉൾപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങൾ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോകുവാൻ കഴിയാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വിളക്ക് തെളിയിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന ആ ദേവീ ദേവന്മാരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. ഉറപ്പായും നിങ്ങളുടെ ഏത് വലിയ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും. ഈ പൂജ കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ദിനംപ്രതി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ ഈ പൂജയിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾക്ക് നടത്തുന്നതിന് വേണ്ടി ചില ക്ഷേത്രങ്ങളിൽ ചില വഴിപാടുകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ കാരണമായി തീരുന്നതായിരിക്കും. എല്ലാവർക്കും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏതുതന്നെയും ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒന്നൊന്നായി നേടിയെടുക്കുവാനും വലിയ രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രക്കാർ തന്നെയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവത്താൽ അത് സമ്പന്നമായിട്ടുള്ളൊരു സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനും മനസ്സിൽ വേദനിപ്പിക്കുന്ന ആ മുറിവുകളെല്ലാം ഉണങ്ങി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഉയർച്ചകൾ ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഈശ്വരാനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. തിരുമുറ്റത്തെ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നത്, നിത്യവും കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ്. ജീവിതത്തിൽ പുതിയ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്തായിരിക്കും. അടുത്ത ഭരണി നക്ഷത്ര ജാതകരാണ്. കീർത്തി വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ആഗ്രഹ പൂർത്തീകരണങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊരു ഫലം കിട്ടി തുടങ്ങുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയം നിറവേറി കിട്ടുന്നതായിരിക്കും. നല്ലൊരു ജോലി എന്ന സ്വപ്നങ്ങളാണ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ ജോലി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വിവാഹ തടസ്സങ്ങളൊക്കെ മാറുന്നതായിരിക്കും അവർക്ക്. ഉറപ്പായും ഒത്തിരി ധനാഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ഈ ഭരണി നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്കുണ്ടാവുന്നതായിരിക്കും. ഭരണി നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ധനത്തിന് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വരും കാലങ്ങളിൽ ഉണ്ടാവുകയില്ല. ഈ ഭരണി നക്ഷത്രക്കാരുള്ള കുടുംബങ്ങളിൽ കുടുംബൈശ്വര്യങ്ങളും ചൈതന്യങ്ങളും സമ്പത്തും വർദ്ധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഒത്തിരി ഉയർച്ചയും ജീവിതത്തിൽ വിജയങ്ങളുമാണ് ഇനിയുള്ള സമയങ്ങളിൽ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം തേടി വരാൻ പോകുന്നത്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ വിജയങ്ങളും ഐശ്വര്യങ്ങളുമാണ് വരാൻ പോകുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ഉന്നതികളും വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മനസ്സിൽ ആഗ്രഹിച്ച വസ്തു നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കുവാൻ കഴിയും. വീട് ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയുന്നതായിരിക്കും. സ്വപ്നതുല്യമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങളെ അപമാനിച്ചവരുടെയും പുച്ഛിച്ചവരുടെയും മുമ്പിൽ തല ഉയർത്തി ജീവിക്കുവാനുള്ള സമയമാണ് നിങ്ങൾക്ക്. എല്ലാവിധമായ സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് ഈ സമയം ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തത് മകീരം നക്ഷത്രമാണ്. സ്വപ്നതുല്യമായ നേട്ടങ്ങളാണ് മകീരം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ പോകുന്നത്. മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം ഒന്നൊന്നായി നേടിയെടുക്കുവാൻ കഴിയുന്ന ഈശ്വരാനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും സമയമാണ്
നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. എല്ലാവിധമായ സൗഭാഗ്യത്താലും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് ഈ സമയം ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് മകീരം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നതായിരിക്കും. ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്ന ഒരു സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് നിലവിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ പുണർദം നക്ഷത്ര ജാതകർ ഭാഗ്യശാലികളായിട്ടുള്ള നക്ഷത്ര ജാതകരാണ് പുണർദം നക്ഷത്ര ജാതകർ. ഈ പുണർദം നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് കീർത്തി വർദ്ധിക്കുന്ന സമയമാണ്. ലോട്ടറി ഭാഗ്യങ്ങളും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളൊക്കെ ജീവിതത്തിൽ തേടി വരുവാനും ഉള്ള സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനുള്ള സമയം ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. വിശാഖം നക്ഷത്ര ജാതകർക്കും സ്വപ്നതുല്യമായ നേട്ടങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ളൊരു സമയമാണ് ഈ സമയം. അതുകൊണ്ട് തന്നെ ദീർഘനാളത്തെ സ്വപ്നങ്ങൾ, ഒരു ഗ്രഹനിർമ്മാണം തുടങ്ങി വയ്ക്കുക എന്നുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. ഈശ്വര ചൈതന്യങ്ങളും കൃപാകടാക്ഷങ്ങളും ലഭിക്കുന്നതാണ്. ഈ നക്ഷത്ര ജാതകർ ശിവക്ഷേത്രങ്ങളിലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ പോയി ധാര സമർപ്പിക്കുക. എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെങ്കിൽ ഭസ്മാഭിഷേകം നടത്തുക. ഉറപ്പായും നിങ്ങളുടെ കുടുംബത്തും നിങ്ങൾക്കും നല്ല രീതിയിലുള്ള ധനാഭിവൃദ്ധികളും ആഗ്രഹ പൂർത്തീകരണങ്ങളൊക്കെ ഉണ്ടാകുവാൻ ഗുണകരമായിരിക്കും. അടുത്ത അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്ര ജാതകർക്കും ഐശ്വര്യവും ജീവിതത്തിൽ വിജയവും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം പൂർണ്ണമായും മാറി നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകൾ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരുവാനും ഈശ്വര അനുഗ്രഹം കൊണ്ട് കഴിയുന്ന സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ കഴിയും. നല്ല തൊഴിലവസരങ്ങളിൽ എത്തിക്കുവാനും ഇവർക്ക് കഴിയുന്നതായിരിക്കും. അടുത്ത ഉത്രം നക്ഷത്ര ജാതകരാണ്. പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നേറുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകർ ഒന്നാമതായിട്ടുള്ള നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്ര ജാതകർ. ഇവർക്ക് തേടി വരും ഇവർക്ക് ഭാഗ്യങ്ങളെല്ലാം. ഇവരുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യം കടന്നു വരുന്ന സമയമാണ്. ചൈതന്യം കടന്നു വരുന്ന സമയമാണ്. ഈശാനുഗ്രഹങ്ങളുള്ള സമയമാണ്. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. കുടുംബ ദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നിങ്ങൾ നടത്തുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി നേട്ടങ്ങളും കൊണ്ടുവരുവാൻ സഹായിക്കുന്നതായിരിക്കും. എല്ലാവിധമായ സൗഭാഗ്യത്താലും ജീവിച്ച് വാഴുവാനുള്ള സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത തിരുവോണം നക്ഷത്ര ജാതകരാണ്. തിരുവോണം നക്ഷത്ര ജാതകർക്കും ഒത്തിരി മാറ്റത്തിന് വിധേയമാകുന്ന സമയമാണ്. ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ സമയമാണ്. കുടുംബൈശ്വര്യം വർദ്ധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈശ്വര പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ഈശ്വര നിയോഗം പോലെ ഒത്തിരി മാറ്റങ്ങൾ ഈ സമയങ്ങളുണ്ടാകും. ഗ്രഹനിർമ്മാണം തുടങ്ങി വെക്കുന്നതായിരിക്കും. അത് പൂർത്തീകരിക്കുവാനും കഴിയുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ. അതുപോലെ തന്നെ സമ്പത്തിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരും. ഈ സ്വയം സംരംഭങ്ങളൊക്കെ തുടങ്ങുവാനും കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇനി അങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈശ്വരഹിത പ്രകാരം നടക്കേണ്ട കാര്യങ്ങളാണ്. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയില്ല. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. അവിട്ടം നക്ഷത്ര ജാതകർക്ക് കീർത്തി വർദ്ധിക്കുന്ന സമയമാണ്. ആഗ്രഹ പൂർത്തീകരണങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഈശ്വര കൃപയും ചൈതന്യവും ധാരാളം കാണപ്പെടുന്ന ഈ സമയം നിങ്ങൾക്ക് ഒത്തിരി നേട്ടങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയും. ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയുന്നൊരു സമയമാണ്. കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയമാണ്. ധനവർദ്ധന ഉണ്ടാകുന്ന സമയമാണ്. എല്ലാവിധമായും എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സമയം തെളിഞ്ഞു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കൈ നിറയെ സമ്പത്തും കൈ നിറയെ നേട്ടങ്ങളുമാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത്. ജീവിതത്തിൽ ഒത്തിരി വിജയങ്ങൾ ആർജിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. എല്ലാവിധമായ സൗഭാഗ്യത്താലും ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് നേട്ടത്തിൻ്റെ സമയമാണ്. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ കഴിയുന്ന ഈശ്വരാനുഗ്രഹത്തിൻ്റെ സമയമാണ് നിങ്ങൾക്ക് തെളിയുന്നത്.